ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കും, രാഗിപ്പുട്ട് ഉണ്ടാക്കും, അരിപ്പുട്ട് ഉണ്ടാക്കും. എല്ലാം നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോ പുട്ടുകൾ ഉണ്ടാക്കുള്ളൂ. ഇന്ന് ഞാൻ 3 പുട്ടും ഒരു കുറ്റിയിലാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. അതുപോലെ പുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 1/4 കപ്പ് അരിപ്പൊടി, പുട്ടിന് ഉപയോഗിക്കുന്ന പൊടിയാണ് കേട്ടോ. 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് രാഗിപ്പൊടി, അരിപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ റവ, രാഗിപ്പൊടിയിലേക്കും 1 ടീസ്പൂൺ റവ, ഗോതമ്പ് പൊടിയിലേക്കും 1 ടീസ്പൂൺ റവ. എല്ലാറ്റിലും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് ഫസ്റ്റ് മിക്സ് ചെയ്യാം. വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുക. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, രാഗിപ്പുട്ട്. ഇങ്ങനെ നമ്മൾ ഓരോ കുറ്റിയിൽ 3 എണ്ണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് എന്ത് വേണോ അതെടുത്ത് നമുക്ക് കഴിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. അരിപ്പൊടി കുഴച്ചെടുത്തു, ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി കുഴക്കാം. ഗോതമ്പ് പൊടിയും കുഴച്ചെടുത്തു. ഇതിലൊക്കെ കുറേശ്ശെ കട്ടകളുണ്ട്. നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിക്കാനുള്ളതാണ്. ഇതും മാറ്റി വയ്ക്കും. രാഗിപ്പൊടി കുഴയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം തളിച്ച് നനയ്ക്കാനേ പാടുള്ളൂ കേട്ടോ. രാഗിപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും പുട്ടിന് കുഴയ്ക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് ചൂടാക്കി എടുത്തോളൂ കേട്ടോ. പാനിലിട്ട് ഓൾറെഡി 2 ചൂടാക്കി വെച്ചതായ കാരണമാണ് ഇപ്പം ചൂടാക്കാണ്ടിരുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ 2ഉം ചൂടാക്കി എടുത്തോളൂ. 3 പൊടി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 3 പൊടി നമുക്ക് മിക്സിയിലിട്ട് ഒരു പൾസ് കൊടുത്തെടുക്കാം. എന്നാൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറേശ്ശെ കട്ടകൾ ഉണ്ടാവുമല്ലോ, ഫൈനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് അരിപ്പൊടി പൊടിക്കാം. ഒരു പൾസ് കൊടുത്താൽ മതി. ബൗളിലേക്ക് ഇടാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. രാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല ഫൈനായി കിട്ടി നമുക്ക്. നിങ്ങളിപ്പോൾ സാധാരണ വീട്ടിൽ പുട്ട് ഉണ്ടാക്കുക, അരിപ്പൊടി വെച്ച് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും കുഴച്ചതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഉണ്ടാക്കി നോക്കും. നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും നമുക്ക്. 3 പൊടിയിലും കുറേശ്ശെ നാളികേരം ഇട്ട് മിക്സ് ചെയ്യാം. നാളികേരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോരം ഇഷ്ടം അതനുസരിച്ച് ഇട്ടോളൂ. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അമർത്തി കുഴക്കരുതിട്ടാ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. പുട്ട് സിമ്പിൾ പരിപാടിയല്ല, ഇത്രയൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആലോചിക്കും. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 3 നാളികേരം ഇട്ട് മിക്സ് ചെയ്തു. ഈ 3 ബാറ്ററും ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ നാളികേരം കൂടി ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കാം. ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ആസ് യൂഷ്വൽ എപ്പോഴും പോലെ തന്നെ പുട്ടുണ്ടാകുന്ന നാളികേരം ഇടുക. നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. രാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അരിപ്പൊടി ഇടാം. നാളികേരം വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് റെഡിയായി. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് എടുക്കാം. ഒരു കുറ്റിയിൽ തന്നെ നമുക്ക് 3 പുട്ട് റെഡിയാക്കി എടുക്കാം. രാവിലെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.